നമസ്കാരം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ ഋഷി സുനക്കിന്റെ അപ്രതീക്ഷിത നീക്കം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പാർലമെന്റ് പിരിച്ചുവിടാൻ അനുമതി. ബ്രിട്ടനിൽ പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അപ്രതീക്ഷിത നീക്കം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പാർലമെന്റ് പിരിച്ചുവിടാൻ രാജാവിന്റെ അനുമതി ലഭിച്ചതോടെ ജൂലൈ 4-ന് തെരഞ്ഞെടുപ്പ് നടക്കും. അഭിപ്രായ സർവേകളിൽ സുനക്കിന്റെ പാർട്ടി പിന്നിട്ട് നിൽക്കുമ്പോഴാണ് പ്രഖ്യാപനം. ഋഷി സുനക് സർക്കാരിന് 2025 ജനുവരി വരെ കാലാവധി ഉണ്ടായിരുന്നു. 8 മാസം കാലാവധി ബാക്കി നിൽക്കെയാണ് അപ്രതീക്ഷിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. 1945 ശേഷം ആദ്യമായാണ് ബ്രിട്ടനിൽ ജൂലൈയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊല്ലങ്കോട് പുലി കമ്പിവേലിയിൽ കുരുങ്ങിയ സംഭവം. സ്ഥല ഉടമയ്ക്കെതിരെ കേസ്. കൊല്ലങ്കോട് വാഴപ്പുഴയിൽ പുലി കമ്പിവേലിയിൽ കുരുങ്ങി ചത്ത സംഭവത്തിൽ സ്ഥലം ഉടമയ്ക്കെതിരെ കേസെടുത്ത വനംവകുപ്പ്. വാഴപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസ്. വന്യമൃഗങ്ങളെ പിടികൂടാൻ സ്ഥാപിച്ച വേലിയിലാണ് പുലി കുരുങ്ങിയതെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ടാണ് പുലിക്ക് ഏറെ പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയാതിരുന്നതെന്നും വനംവകുപ്പ് പറഞ്ഞു. സാധാരണ കമ്പി കൊണ്ടല്ല വേലി കെട്ടിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടെത്തിയത്. ധോണിയിൽ നിന്നുള്ള വനംവകുപ്പ് ഡോക്ടർമാരുടെ പ്രത്യേക സംഘമെത്തിയാണ് മയക്കുവെടി വെച്ച് പുലിയെ പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയത്. എന്നാൽ പുലി പിന്നീട് ചത്തിരുന്നു. 5 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുലിയായിരുന്നു ഇത്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് നിഗമനം. കാപ്പ ഉത്തരവുകൾ ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചു. യുവാക്കൾ പിടിയിൽ. നൂറിനാട് ഉളവക്കാട് കോണൻപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ഹഫീസ്, ഇയാളുടെ സുഹൃത്ത് ഉളവക്കാട് വിഷ്ണുഭവനം കണ്ണൻ സുഭാഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് ഹഫീസിന് കാപ്പ നിയമപ്രകാരം ആലപ്പുഴ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ മാസം 21 മുതൽ 9 മാസത്തെ കാലത്തേക്കാണ് ഇയാൾക്ക് വിലക്ക്. നൂറിനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 5ലധികം കേസുകളിൽ മുഹമ്മദ് ഹഫീസ് പ്രതിയാണ്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെ മുഹമ്മദ് ഹഫീസ് നൂറിനാട് കിടങ്ങയം ഭാഗത്ത് വന്നതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഇയാളെ പിടികൂടുകയായിരുന്നു. മുഹമ്മദ് ഹഫീസിന്റെ കൂട്ടാളിയായ കണ്ണൻ സുഭാഷ് കാപ്പ നിയമപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി ഓഫീസിൽ മാസത്തിൽ 2 തവണ റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു ഉത്തരവ്. എന്നാൽ ഇയാൾ ഈ ഉത്തരവ് ലംഘിച്ച് മുങ്ങി നടക്കുകയായിരുന്നു. രഹസ്യവിവരം ലഭിച്ച പോലീസ് സംഘം ഇയാളെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവരെയും മാവേലിക്കര ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കനത്ത മഴ. വീടിന് മുകളിൽ മരം വീണു. അരൂർ മേഖലയിൽ കനത്ത നാശം. തിമർത്തു പെയ്യുന്ന മഴയിലും കാറ്റിലും അരൂർ മേഖലയിൽ കനത്ത നാശം. കനത്ത മഴയിലും കാറ്റിലും അരൂർ ഗ്രാമപഞ്ചായത്ത് മുന്നംഗം VK ഗൗരീശന്റെ വീടിന് മുകളിലേക്ക് വലിയ പുളിമരം വീണു. 40 വർഷം പഴക്കമുള്ള വീടാണ്. ഭിത്തിയിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ജനൽപ്പാളികളും തകർന്നു. വീടിന് മറ്റ് കേടുപാടുകളും പറ്റിയിട്ടുണ്ട്. കനത്ത മഴ മൂലം പ്രദേശമാകെ വെള്ളക്കെട്ടിലാണ്. അരൂർ തുറവൂർ ദേശീയപാതയിൽ ആകാശപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഴ കനത്തപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളമടിച്ച് കച്ചവട സാമഗ്രികളിലേക്കും കടയ്ക്കുള്ളിലേക്കും വരുമെന്ന ആശങ്കയിൽ ഇവിടങ്ങളിലെ കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആസാമിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന യുവാവ് ആലുവയിൽ അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ആസാമിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന യുവാവ് അറസ്റ്റിൽ. 17-കാരിയായ പെൺകുട്ടിയെ കാണാതായെന്ന പരാതിയിൽ ആസാമിൽ പോലീസ് കേസെടുത്തിരുന്നു. ആലുവയിലെ ഒരു ലോഡ്ജിൽ നിന്നുമാണ് ഇരുവരെയും കണ്ടെത്തിയത്. ആസാം സ്വദേശിയായ മാക്കിബുൾ ഇസ്ലാം എന്ന 21-കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സുരക്ഷിതത്വത്തിലേക്ക് മാറ്റി.